ഹരി ഓം. 50-ാമത്തെ സ്തുതി ബ്രഹ്മസ്തുതി. ചാണൂരൻ, ബകൻ, തൃണാവർത്തൻ, പ്രലംബൻ, ധേനുകൻ, അരിഷ്ടൻ, മുഷ്ടികൻ തുടങ്ങിയ ദൈത്യരും പൂതന തുടങ്ങിയ രാക്ഷസിമാരും ചേർന്ന് മാഗധ രാജാവായ ശിശുപാലൻ്റെ സഹായത്തോടുകൂടി ശക്തനായ കംസൻ യദുക്കളെ നിത്യവും ദുഃഖിപ്പിച്ചു. അവർ ദ്രോഹിക്കപ്പെടുകയാൽ ബന്ധുക്കൾ ഗത്യന്തരമില്ലാതെ കംസനെ അനുസരിച്ച് അവിടെ കഴിച്ചുകൂട്ടി. അവരിൽ പലരും കംസപീഡയാൽ വേഷം മാറി കുരു, സ്വാൽവ, പാഞ്ചാല ദേശങ്ങളിൽ പോയി ഒളിച്ചു വസിച്ചു. കംസനെ പേടിച്ച് പല സ്ത്രീകളും മറ്റു ദേശങ്ങളിൽ പോയി വസിച്ചു. രോഹിണി വസുദേവരുടെ നിർദ്ദേശമനുസരിച്ച് ഗോകുലത്തിൽ നന്ദഗോപരോടൊപ്പം വസിച്ചു. 6 ദേവകീപുത്രരെ കംസൻ വധിച്ചതിനു ശേഷം വിഷ്ണുധാമമായ ശേഷനെ ആ ഗർഭത്തിൽ വഹിച്ചു. ഇവരുടെയൊക്കെ കഷ്ടത കണ്ട് വിഷ്ണുദേവൻ മായാഭഗവതിയോട് പറഞ്ഞു, രോഹിണി വ്രജകുലത്തിൽ വസിക്കുന്നു. ദേവകിയുടെ ഗർഭം ആവാഹിച്ച് അവളുടെ ജഠരത്തിലാക്കണം. ഭദ്രേ, നീ ചെന്ന് യശോദയുടെ ഗർഭത്തിൽ വസിക്കണം. ഞാൻ പൂർണ്ണ രൂപത്തോടെ ദേവകീ ഗർഭത്തിൽ പ്രവേശിക്കാൻ തീരുമാനിച്ചു. യശോദയിൽ ജനിക്കുന്ന നീ വൈഷ്ണവി, ദുർഗ, മായ, വിജയ, ഭദ്രകാളി, കൃഷ്ണ, ചണ്ഡിക, മാധവി എന്ന പേരുകളിൽ അറിയപ്പെടും. ജനങ്ങളെല്ലാം നിന്നെ ഭക്തിപൂർവം ആരാധിക്കും. ഗർഭത്തിൽ നിന്ന് ആകർഷിക്കുകയാൽ സംഘർഷണൻ എന്നും ഉലകം രമിപ്പിക്കുന്നതിനാൽ രാമനെന്നും ബലിഷ്ഠനാകൽ ബലനെന്നും രോഹിണീപുത്രന് പേരുകളുണ്ടാകും. യോഗമായാദേവി ഭഗവാന്റെ നിർദ്ദേശം കൈക്കൊണ്ട് ദേവകീ ഗർഭത്തിൽ നിന്ന് സംഘർഷണനെ രോഹിണീ ഗർഭത്തിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ ദേവകിക്ക് ഗർഭം അലസിപ്പോയി എന്ന് ബന്ധുക്കൾ പറഞ്ഞു. വസുദേവ പത്നിയിൽ ശ്രീ നാരായണൻ അംശഭാവത്തോടെ ആവേശിച്ചു. ദിവ്യ തേജസ്സിനെ ദേവകി ജഠരത്തിൽ ധരിച്ചു. അവളുടെ അലൗകികമായ കാന്തി കണ്ട് തൻ്റെ ശത്രു ഈ ഗുഹയിലുണ്ടെന്ന് കംസൻ തീരുമാനിച്ചു. അവളെ വധിക്കയോ എന്ന് കംസൻ ശങ്കിച്ചു. വേണ്ട, അതെൻ്റെ സത്കീർത്തിയെ ഹനിക്കും. പരലോകത്ത് ആ പാപവും ഏൽക്കേണ്ടി വരും. ഇങ്ങനെ ആലോചിച്ച് വിഷ്ണുവിൽ വൈരം വളർന്ന് പ്രസവ സമയം കാത്തിരുന്നു. എപ്പോഴും അതേ ചിന്ത തന്നെ തുടരുകയാൽ ജഗത്ത് മുഴുവൻ ഭഗവാനായി തന്നെ അയാൾ കണ്ടു. കാമാരിയായ ശിവനും ബ്രഹ്മാവും നാരദാദികളും അവിടെ എത്തി ദേവകീ ഗർഭസ്ഥനായ ഭഗവാനെ സ്തുതിച്ചു. ഇനി നമുക്ക് സ്തുതി കേൾക്കാം. സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യമൃതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഃ. ഏകായനോऽസോ ദ്വിഫലസ്ത്രിമൂലശ്ചതുരസഃ പഞ്ചവിധഃ ഷഡാത്മാ സപ്തത്വഗഷ്ടവിടപൂനവാക്ഷോ ദശശ്ചതി ദ്വിഖഗോ ഹ്യാദിവൃക്ഷ. ത്വമേക ഏവാസ്യ സതഃ പ്രസൂതി സ്ത്വം സന്നിധാനം ത്വമനുഗ്രഹശ്ച. ത്വന്മായയാ സംവൃതചേതസസ്ത്വാം പശ്യന്തി നാനാന വിപശ്ചിതോ യേ. വിവർഷിരൂപാണ്യവബോധാത്മാ ക്ഷേമായ ലോകസ്യ ചരാചരസ്യ. സത്വോപപന്നാനി സുഖാവഹാനി സതാമഭദ്രാണി മുഹുഃഖലാനാം.
त्वय्यम्बुजाक्षा सत्त्वधाम्नि समाधिनावेशितचेतसैगे त्वत्पादपोतेन महत्कृतेन कुर्वन्ति गोवत्सपदं भवाब्धिं स्वयं समुत्तीर्य सुदुस्तरं ध्युमन् भवार्णवं भीममतभ्रसौहृदा भवत्पदाम्भोरुहनावमत्र ते निधाय याता सदनुग्रहो भवान् येन्यारविन्दाक्षविमुक्तमानिनस्त्वय्यस्तभावादविशुद्धबुद्धय आरुह्य कृच्छ्रेण परं पदं ततः पतन्त्यधोनादृतयुष्मदङ्ग्रया तथा न ते माधव तावका क्वचित् पृश्यन्ति मार्गात् त्वयि बद्धसौहृदा त्वयापि गुप्ता विचरन्ति निर्भया विनायकानीकपमूर्धसु प्रभो सत्वं विशुद्धं श्रयते भवान् स्थितो शरीरिणां श्रेय उपायनं वपु वेदक्रियायोगतपःसमाधिभिः स्तवार्हणं येन जनः समीहते सत्वं न चेद्धातरिदं निजं भवेत् विज्ञानमज्ञानभिदापमार्जनं गुणप्रकाशैरनुमीयते भवान् प्रकाशते यस्य च येन वा गुणः न नामरूपे गुणजन्मकर्मभिर्निरूपितव्ये तव तस्य साक्षिणः मनोवचोभ्यामनुमेयवत्मनो देवक्रियायां पतियन्त्यदाभिः शृण्वन् गृणन् संस्मरयश्च चिन्तयन्नामानि रूपाणि च मङ्गलानि ते क्रियासु यस्त्वच्चरणारविन्दयोराविष्टचेता न भवाय कल्पते दिष्ट्या हरेस्या भवतः पदो भुवो भारोपनीतस्तव जन्मनेशितु दिष्ट्याङ्गितं त्वत्पदकैः सुशोभने द्रक्ष्यामगां त्यां च तवानुकम्पितां न ते भवस्येष भवस्य कारणं विना विनोदं बत तर्कयामहे भवो निरोधस्थितिरप्यविद्यया कृतायतस्त्वय्यभयाश्रयात्मनि मत्स्यश्वगच्छव नृसिंहवराहहंस राजन्यविप्रविबुधेषु कृतावतारः त्वं पासिनस्त्रिभुवनं च यथाधुनेश भारं भुवो हरयदुत्तमवन्दनं ते दिष्ट्याम्बते कुक्षिगतः परपुमानं शेन साक्षात् भगवान् भवायन मा भूद्भयं भोजपतेर्मुमूर्षोर्गोप्तायदूनां भविता तवात्मजः സത്യവ്രതനും സത്യപരനും സത്യത്തിൻ്റെ കാരണഭൂതനും സത്യത്തിൽ നിഹിതനും സത്യത്തിൻ്റെ സത്യവും ഋതസത്യനേത്രനും സത്യാത്മകനുമായ അങ്ങയെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. ആദിവൃക്ഷമായ പ്രകൃതിയാകുന്ന ഒരാശ്രയത്തോടു കൂടിയതും സുഖദുഃഖങ്ങളാകുന്ന രണ്ട് ഫലങ്ങളുള്ളതും ത്രിഗുണങ്ങളാകുന്ന 3 വേരുകളുള്ളതും ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന 4 രസമാർന്നതും ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന 5 തരം വിധാനമാർന്നതും ക്ഷുത്പിപാസകൾ ശോകമോഹങ്ങൾ ജരാമൃത്യുക്കൾ എന്നിങ്ങനെ 6 സ്വഭാവം ചേർന്നതും സപ്തധാതുക്കളാകുന്ന തൊലികളോടുകൂടിയതും പഞ്ചഭൂതങ്ങൾ മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നിങ്ങനെ 8 ശാഖാവിസ്താരം ചേർന്നതും നവദ്വാരങ്ങളാകുന്ന 9 പോടുകളോടുള്ളതും പ്രാണാപാനാദി 10 തരം വായുക്കളാകുന്ന ഇലകളുള്ളതും ജീവേശ്വരന്മാരാകുന്ന 2 പക്ഷികളുള്ളതുമാകുന്നു. അങ്ങ് തന്നെയാണ് ഈ പ്രപഞ്ച മഹാവൃക്ഷത്തിൻ്റെ കാരണവും അതിൻ്റെ ലയസ്ഥാനവും പരിപാലകനും. അങ്ങയുടെ യോഗമായയാൽ മോഹിത ചിത്തരായവർ അങ്ങയെ തന്നെ പലതായി കാണുന്നു. വിദ്വാൻമാർ അങ്ങനെ പലതായി കാണുന്നില്ല. ജ്ഞാനസ്വരൂപനായ അങ്ങ് ചരാചരാത്മകമായ ലോകത്തിൻ്റെ ക്ഷേമത്തിനായി സത്വപ്രധാനങ്ങളും സജ്ജനങ്ങൾക്ക് പരമാനന്ദപ്രദവും ദുർജനങ്ങൾക്ക് നാശകരങ്ങളുമായ സ്വരൂപങ്ങളെ അതാത് കാലത്ത് പിന്നെയും പിന്നെയും സ്വേച്ഛയാ സ്വീകരിക്കുന്നു.
പ്രകാശമൂർത്തെ, സകലരിലും അതിസൗഹൃദമുള്ള അവർ മറ്റുള്ളവർക്ക് ഭയങ്കരവും കടക്കാൻ കഴിയാത്തതുമായ സംസാര സമുദ്രത്തെ പാദപത്മമാശ്രയിച്ചതിനാൽ നിസ്സാരമായ ഒരു ചെറിയ കുണ്ടുപോലെ അനായാസം കടന്ന് ക്ഷേമത്തിന് അങ്ങയുടെ പാദമാകുന്ന തോണി ഇവിടെ വെച്ച് മറുകരയിലെത്തിയിരിക്കുന്നു. അങ്ങ് ഭക്താനുഗ്രഹ തൽപരനാണ്. അരവിന്ദാക്ഷ, മുക്തരാണെന്ന് അഭിമാനിക്കുന്നവരും അങ്ങയിൽ ഭക്തി ലേശമില്ലാത്തതിനാൽ അശുദ്ധ ബുദ്ധികളും ഭഗവത് പാദമാശ്രയിക്കാത്തവരുമായി ആരെല്ലാമുണ്ടോ അവരെല്ലാം വിഷമിച്ച് മോക്ഷസാധകമായ മനുഷ്യജന്മം പ്രാപിച്ചിട്ടും അവിടെ നിന്ന് താഴെ പതിക്കുന്നു. അങ്ങ് സ്ഥിതികാലത്ത് ജീവികൾക്ക് സർവശ്രേയസ്സും നൽകുന്നതും വിശുദ്ധ സത്വാത്മകവുമായ സ്വരൂപം കൈക്കൊള്ളുന്നു. ആ സ്വരൂപം ഗ്രഹിക്കുന്നതിനാൽ ജനങ്ങൾ വേദാധ്യയനം, പലതരം കർമ്മങ്ങൾ, തപസ്, സമാധി എന്നിങ്ങനെയുള്ള 4 ആശ്രമധർമ്മങ്ങൾ കൊണ്ടും അങ്ങയെ ആരാധിക്കുന്നു. മനസ്സിനും വാക്കിനും വ്യക്തമല്ലാത്ത മാർഗത്തോടു കൂടിയവനും സർവസാക്ഷിയുമായ അങ്ങയുടെ നാമരൂപങ്ങൾ, ഗുണങ്ങൾ, ജന്മങ്ങൾ, കർമ്മങ്ങൾ എന്നിവ കൊണ്ട് നിരൂപണ അർഹങ്ങളല്ലെങ്കിലും ഉപാസനഘട്ടത്തിൽ അവ സാക്ഷാത്കരിക്കപ്പെടുന്നു. അങ്ങയുടെ പാദപത്മങ്ങളിൽ ഉറച്ച മനസ്സോടുകൂടിയ വ്യക്തി അർച്ചനാദികളിൽ അങ്ങയുടെ ദിവ്യമംഗളമായ നാമങ്ങളും സ്വരൂപങ്ങളും കേട്ടുകൊണ്ടും സ്വയം കീർത്തിച്ചു സ്മരിച്ചുകൊണ്ടും വർത്തിക്കുകയും അങ്ങനെ സംസാരത്തിൽ ഭ്രമിക്കാനിടയാകാതെ നിത്യാനന്ദന് പാത്രമായിത്തീരുന്നു. അങ്ങയുടെ പാദസ്ഥാനമായ ഭൂമിയുടെ ഭാരം സർവനിയന്താവായ അങ്ങയുടെ അവതാരം കൊണ്ടുതന്നെ നഷ്ടപ്രായമായിരിക്കുന്നു. അത് ഭാഗ്യം തന്നെ. വജ്രാങ്കുശാദി ദിവ്യചിഹ്നങ്ങളാൽ അലങ്കൃതയായി ഭൂമിയെയും ദ്യോവിനെയും അങ്ങയുടെ അനുകമ്പയ്ക്ക് പാത്രീഭൂതമായും ഞങ്ങൾ കാണുന്നു. ഈശ, ജന്മരഹിതനായ അങ്ങയ്ക്ക് ജന്മകാരണം ലീലയല്ലാതെ മറ്റൊന്നുമുണ്ടെന്ന് ഊഹിക്കാൻ തന്നെയും ഞങ്ങൾക്ക് കഴിയുന്നില്ല. അഭയാശ്രയ ജീവാത്മാവിൽ പോലും ജന്മാദിവികാരങ്ങൾ അങ്ങയുടെ അവിദ്യയാൽ കേവലം കൽപ്പിതമാണ്. ഈശ, മത്സ്യം, ഹയഗ്രീവൻ, കൂർമ്മം, നരസിംഹം, വരാഹം, ഹംസം, രാമൻ, പരശുരാമൻ, വാമനൻ ഇങ്ങനെയെല്ലാം രൂപമെടുത്ത് മുമ്പ് ഞങ്ങളെയും ലോകങ്ങളെയും രക്ഷിച്ചതുപോലെ ഇപ്പോഴും രക്ഷിച്ചാലും യഥോത്തമ അങ്ങയ്ക്ക് വന്ദനം. അമ്മേ, പരമപുരുഷനായ സാക്ഷാൽ ഭഗവാൻ നമ്മെയെല്ലാം അനുഗ്രഹിക്കുവാൻ ഭാഗ്യത്താൽ പരിപൂർണ ഭാവത്തിൽ അമ്മയുടെ ഗർഭം പ്രാപിച്ചിരിക്കുന്നു. മരണമടുത്ത കംസനിൽ നിന്ന് ഇനി ഭയപ്പെടേണ്ട. അമ്മയുടെ പുത്രൻ യാദവന്മാരെയെല്ലാം രക്ഷിക്കും. യാതൊരാളുടെ സ്വരൂപം ദൃശ്യമല്ല. ആ പരമപുരുഷനെ ഇങ്ങനെ യഥാവിധി സ്തുതിച്ച് ബ്രഹ്മാവിനെയും ശിവനെയും മുന്നിൽ നടത്തി ദേവന്മാർ തങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് പോയി. ഓം നമോ ഭഗവതേ വാസുദേവായ.